Today we will discuss a new topic, double integrals. അപ്പോൾ നമുക്ക് ഇത്രയും നാളും ഒരു ഫംഗ്ഷനെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനേ നമുക്ക് അറിയുള്ളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഡബിൾ ഇൻ്റഗ്രൽസ് എന്ന് വെച്ചാൽ 2 വേരിയബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ അങ്ങനെ ഏത് ഓർഡർ വേണമെങ്കിലും ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സാധാ ഇൻ്റഗ്രലിൻ്റെ കേസിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, റീമാൻ സം വെച്ചിട്ടാണ് നമ്മൾ സാധാ ഇൻ്റഗ്രേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് ആയിട്ടാണ് നമ്മളവിടെ ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ റീമാൻ സമ്മ് കാണാനായിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് അത് റെക്റ്റാങ്കിളുകൾ ഫോം ചെയ്യും അല്ലേ. ആ ഫംഗ്ഷൻ്റെ എൻഡ് പോയിന്റ് അല്ല അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് അവിടുന്ന് റെക്റ്റാങ്കിളുകൾ ഫോം ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആ ടോട്ടൽ ഏരിയയുടെ സമ്മ് കണ്ട് അതിൻ്റെ ലിമിറ്റ് അല്ലേ ആയിട്ടായിരുന്നു നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് വിചാരിക്കാം. ഈ റീജിയൻ എന്ന് പറയുന്നത് ഈ സ്ക്വയർ ആണ്, ഈ റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിലുള്ള അതാണ് നമ്മുടെ f(x(y) z = f(x(y) എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പോൾ ഈ പോർഷനിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കർവിന് അബൌട്ട് ഈ കർവാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റീജിയൻ ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനൽ ഉള്ള ഒരു റീജിയൻ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമ്മൾ ഈ റീജിയനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഓരോ ഗ്രിഡുകളാക്കി മാറ്റുക. നമ്മളിങ്ങനെ ഓരോ ചതുരക്കട്ടകളാക്കി മാറ്റി അങ്ങനെ ഗ്രിഡുകളാക്കി മാറ്റി എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ചപ്പോൾ നമുക്ക് ഗ്രിഡുകൾ കിട്ടിയത്. അപ്പോൾ ഇതിനെ നമ്മൾ പാർട്ടീഷൻ എന്ന് പറയാം. ഓരോ ഗ്രിഡുകളാക്കി പാർട്ടീഷൻ ചെയ്യുന്നതിനെ പാർട്ടീഷൻ P എന്ന് റെപ്രസെന്റ് ചെയ്യും, പാർട്ടീഷനെ ഷോർട്ടായിട്ട്. അപ്പോൾ പാർട്ടീഷൻ P ഓഫ് R ഇൻറ്റു N റെക്റ്റാങ്കിളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ N റെക്റ്റാങ്കിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പാർട്ടീഷൻ ചെയ്യുക, റീജിയനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ ഓരോ സബ് റീജിയനെയും നമ്മൾ RK എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് പറയാം. z = f(x(y) be defined in a closed and bounded region R of 2 space. അപ്പോൾ ഈ R എന്ന് പറഞ്ഞ റീജിയനിൽ ഉള്ളിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് z = f(x(y) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി നമ്മൾ അതിനെ ഗ്രിഡാക്കി മാറ്റി. ബൈ മീൻസ് ഓഫ് ഗ്രിഡ് of vertical and horizontal lines parallel to coordinate axis form a partition P of R into N rectangular subregions RK of areas delta AK that lie entirely in R. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പാർട്ടീഷൻ ചെയ്തപ്പോൾ നമുക്ക് കുറേ റെക്ടാങ്കുലർ റീജിയൻസ് കിട്ടി. അപ്പോൾ ഓരോ റീജിയനെ നമ്മൾ ജനറലായിട്ട് നമ്മൾ RK ആയിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു RK എന്ന് പറഞ്ഞാൽ ഏരിയ, അതൊരു റെക്ടാങ്കിൾ ആണ്, അതിൻ്റെ ഏരിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ AK കൊണ്ടാണ്. അപ്പോൾ ആ റെക്ടാങ്കുലർ റീജിയൻ എൻറ്റയർലി നമ്മുടെ ഈ വലിയ റെക്ടാങ്കിൾ വലിയ റീജിയനിലുള്ളതാണ് അല്ലേ. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്, പാർട്ടീഷന്റെ നോമ്. നമ്മൾ ഇതിനു മുന്നേ ഒരു നോമ് പഠിച്ചിരുന്നു വെക്ടറിന്റെ കേസിൽ. ആ നോമല്ല ഇവിടെ പാർട്ടീഷന്റെ നോമ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ സെയിം ആണ്, പേരും സെയിം ആണ്. പക്ഷെ പാർട്ടീഷന്റെ നോമ് എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. അപ്പൊ ലെറ്റ് നോം P be the norm of the partition or the length of the longest diagonal of RQ. അപ്പോൾ നോം P എന്ന് പറയുന്നത് ഈ പാർട്ടീഷനിൽ ഏറ്റവും
ലോങ്ങസ്റ്റ് ഡയഗണലുള്ള ആ റീജിയൻ, സബ് റീജിയൻ ഇല്ലേ, അതിന്റെ ലെങ്ത് ആണ്. norm of the partition or the length of the longest diagonal of arc. അപ്പൊ നമ്മൾ അതിനെ നോം പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് ഡയഗണൽ ഉള്ളതിന്റെ ലെങ്തിനെയാണ് നമ്മൾ നോം പി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നമ്മളൊരു സബ് റീജിയൻ സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ ഈ സബ് റീജിയനെ സെലക്ട് ചെയ്ത് അതിലൊരു പോയിന്റ് എടുക്കുക. സാമ്പിൾ പോയിന്റിനെ നമ്മൾ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന് എടുത്തു. നമ്മള് അതിനെ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന് എടുത്തു ഈ പോയിന്റ്. അപ്പൊ ഓരോ ആർക്കയിലും ഇതുപോലെ ഓരോ പോയിന്റ് എടുക്കാം. അപ്പോൾ ഈ ഓരോ പോയിന്റ് അബൌട്ട് ഈ ഓരോ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സം ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പൊ ഓരോ പോയിന്റുകൾ നമ്മൾ ഓരോ ആർക്കയിലും ഇതുപോലെ ഓരോ പോയിന്റുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സം ഫോം ചെയ്യും. ഫോം ദ സം സിഗ്മ കെ ഈക്വൽ ടു 1 to n f of x k star y k star into delta a k. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് എടുത്തു, എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഫംഗ്ഷനിൽ എക്സിനും വൈക്കും പകരം എക്സ് കെ സ്റ്റാറും വൈ കെ സ്റ്റാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ കിട്ടും. അപ്പൊ ഇനി നമ്മൾ ആ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പൊ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, അടുത്ത റെക്ടാങ്കിൾ എടുക്കും, അങ്ങനെ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇനി ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇനി ഡെഫിനിഷനാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം, തൊട്ട് മുന്നേ ചെയ്ത സം വരെ കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ ഡെഫിനിഷൻ ഇതാണ്, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് റീജിയൻ ആർ of two space, then the double integral of f over r is given by double integral over r f of x y dA എന്ന് പറഞ്ഞാൽ ഇത് ഏരിയയുടെ വിത്ത് റെസ്പെക്ട് ടു ഏരിയ ആണ് വരിക. അപ്പൊ നമുക്ക് ഓരോ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എ കെ. അപ്പൊ നമ്മൾ ആദ്യം ഈ സമ്മ് കാണുക. എന്നിട്ട് ആ സമ്മ് കണ്ടിട്ട് നോം പി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം റെക്ടാങ്കിളിൽ ഏറ്റവും ലെങ്ത് ഉള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ഡയഗണലുള്ള റെക്ടാങ്കിളിന്റെ ലെങ്ത് അല്ലെ, ആ ഡയഗണലിന്റെ ലെങ്ത് ആണ്. അത് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ഈ സമ്മ് ഇവാലുവേറ്റ് ചെയ്യാം. If the above limit exists, we say that f is integrable. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഇന്റഗ്രബിൾ എന്ന് പറയും ഓവർ ആർ. ആൻഡ് ആർ ഈസ് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ആറിനെ നമ്മൾ പറയും റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് നമ്മൾ ഈ ആറിനെ വിളിക്കുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന്റെ റീജിയൻ ആണ്, അപ്പൊ അതിനെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇനി അടുത്തൊരു നോട്ട്, when f is continuous on R, then f is necessarily integrable over R. അപ്പൊ എഫ് എന്ന് പറയുന്നത് റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എന്തായാലും ഇന്റഗ്രബിൾ ആയിരിക്കും. എവിടെ? ആ റീജിയൻ ആറിൽ ഇന്റഗ്രബിൾ ആയിരിക്കും. ഇനി ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സോളിഡിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സിംഗിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമ്മൾ അതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അതിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കത് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഏരിയ ഓഫ് എ റീജിയൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയയും വോളിയം ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ when f of x y equal to 1 on R, then limit norm p tends to 0 sigma k equal to 1 to n delta a k simply gives the area A of the region. എന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 ആണെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നതാണ്
എ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം നമ്മൾ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയന്റെ ഏരിയ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വോളിയമാണ്. വോളിയമാണ് നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. വോളിയം ഓഫ് ഈ സോളിഡ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ് ഓൺ ആർ. Then the product f of xk star comma yk star into delta ak can be interpreted as the volume of a rectangular prism of height f of xk star comma yk star and base of area delta ak. The summation of volumes sigma k equal to 1 to n f of xk star comma yk star into delta ak is an approximation to the volume V of the solid above the region R and below the surface Z equal to f of xy. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ഓൺ ദ റീജിയൻ ആർ. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ കൊമ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എ കെ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഓരോ റെക്ടാങ്കുലർ റീജിയൻ ഉണ്ട് ആർ കെ എന്ന് പറയുന്നത്. അപ്പൊ ആ റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറയുന്നത് ഒരു പ്രിസം പോലെയായിരിക്കുന്നത്. ആ റെക്ടാങ്കുലർ റീജിയന്റെ അതിന് നമ്മൾ റെക്ടാങ്കുലർ പ്രിസം എന്ന് പറയും. അപ്പൊ അതില് ഹൈറ്റ് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ കൊമ വൈ കെ സ്റ്റാർ ആയിട്ടുള്ള പ്രിസം, അതുപോലെ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ കെ ആയിട്ടുള്ള പ്രിസം ആണ്. അപ്പൊ അതിന്റെ ഏരിയ ആയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്ത് വരും? അതുപോലത്തെ റെക്ടാങ്കുലർ പ്രിസത്തിന്റെ ടോട്ടൽ വോളിയം, വോളിയം ആണ് കേട്ടോ, ടോട്ടൽ വോളിയം ആയിട്ട് വരും. ഇനി ഈ സമ്മേഷനെ നമ്മൾ അതിലെ നോം പി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോം പി ടെൻസ് ടു 0 ആക്കിയിട്ട് നമ്മൾ ആ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് വോളിയം കിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ദ ലിമിറ്റ് ഓഫ് ദി സം ആസ് നോം പി ടെൻസ് ടു 0 ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ആ സമ്മ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ gives the exact volume of this solid. That is, if f is non-negative on R, then V equal to double integral over R f of x y dA. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഓരോ കൺസെപ്റ്റ് ഞാനിവിടെ പറഞ്ഞതാണ്. ജസ്റ്റ് നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇഫ് എഫ് ഈസ് നോൺ നെഗറ്റീവ് ഓൺ ആർ, ദെൻ വോളിയം വി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. വളരെ സിമ്പിളാണ്. നമുക്കിനി ഡബിൾ ഇന്റഗ്രൽസിന്റെ കുറച്ച് 2-3 പ്രോപ്പർട്ടീസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽസ്. അപ്പൊ മെയിൻ ആയിട്ട് 3 പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് പറയണമെങ്കിൽ നമ്മുടെ ഫങ്ഷൻസ്, 2 വേരിയബിൾ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിലുള്ള പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അപ്പൊ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ ആർ കണ്ടിന്യൂസ്, ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. നമ്മൾ സാധാ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിക്കുന്ന അതേ റൂൾസ് ആണ് ഇവിടെ. അപ്പൊ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ റൂളാണ് നോക്കുന്നത്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു സി ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണ്. അപ്പൊ ഈ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പുറത്തെടുത്തിട്ട് പിന്നെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താലും മതി. അടുത്ത റൂൾ എന്ന് പറയുന്നത് സം ആൻഡ് ഡിഫറൻസ് റൂളും. ഇതും സാധാ ഡെഫിനിറ്റ് ഇന്റഗ്രലിന് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ് ആണ്. റൂൾസ് ഒന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഡബിൾ ഇന്റഗ്രലും 2 വേരിയബിൾ ഫംഗ്ഷനും വരുന്നത് മാത്രമേ ഉള്ളൂ.
ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് വൈ ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഓർ മൈനസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ ഡി എ. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് തന്നെ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് തന്നെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇന്റഗ്രലിന്റെ സം ആയിട്ട് എഴുതാം. അത് എപ്പോഴാണ് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൺ എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ആർ ടു എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് എഴുതാം. വേർ ദ റീജിയൻ, ഈ ആർ എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ടു നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് R1 ആൻഡ് R2. അപ്പൊ R1നെ നമുക്ക് R1 യൂണിയൻ R2 എന്ന് എഴുതാൻ പറ്റും. R എന്ന് പറഞ്ഞ റീജിയൻ R1 യൂണിയൻ R2 ആയിരിക്കും. പക്ഷെ ഇത് ഓവർലാപ്പ് ചെയ്യരുത്. രണ്ടും നോൺ ഓവർലാപ്പിംഗ് റീജിയൻ ആണെങ്കിൽ നമുക്ക് ആറിനെ അങ്ങനെ എഴുതാം, R1 യൂണിയൻ R2. അപ്പൊ ഇന്റഗ്രല് നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഇന്റഗ്രൽ ഇപ്പോൾ ഒരു എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ ആ എ ടു ബിക്ക് പകരം അതിനിടയിലുള്ള ഒരു പോയിന്റ് സി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. അതേ പ്രോപ്പർട്ടിയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു അതുപോലെ ഒരു തിയറം കൂടെ പഠിക്കാനുണ്ട്.